നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. കരുണയുള്ള നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കർത്താവേ സ്നാനക്കടവിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അവിടുന്ന് കർത്താവെ സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുൻപ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അവിടുത്തെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നതായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം ദൈവമേ ആഗ്രഹിച്ചുകൊണ്ട് ഈ കുളക്കടവിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ജലാശയത്തെ ശുദ്ധീകരിക്കണമേ, ഈ ശുശ്രൂഷയെ കർത്താവ് സഹായിക്കണമേ. ഇവിടെ കടന്നു വന്ന് സാക്ഷിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇതിന് സത്യം ഗ്രഹിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുവാൻ കർത്താവ് റെഡിയാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ട് കൂടെ പാടാം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സുർലോകങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യനായി അവതരിച്ച് 33.5 തിരുവയസ്സുകാലം ഈ ഭൂമുഖത്ത് ജീവിച്ച് നന്മ സുവിശേഷിച്ചുകൊണ്ട് കുരുടരെ സൗഖ്യമാക്കിയും ഉടന്തർക്ക് സൗഖ്യം നൽകിയും മരിച്ചവരെ ഉയർപ്പിച്ചും കൊണ്ട് ജീവിക്കുകയും റോമ ഗവൺമെന്റിനാൽ വിധിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയും ശിഷ്യന്മാർക്ക് സംശയരഹിതമണ്ണം താൻ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാർ കാണുക സ്വർഗാരോഹണം ചെയ്തു പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയും തന്നെ കാത്തിരിക്കുന്നതായ തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ താമസമീന പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് സഹോദരി ടീന വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കണം എന്നുള്ളതായ ദൈവവചനത്തെ ആസ്ഥാനപ്പെടുത്തിയും വിശ്വസിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അതിൻ്റെ സാക്ഷ്യ മൊഴിയിൻ പ്രകാരവും ഞാൻ നിന്നെ ഈ ജലാശയത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ള ദിനം ജയം ജയം എപ്പോഴും, നായകനായുള്ള ദിനം ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർലോകങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുകയും 33.5 വയസ്സുകാലം നന്മ സുവിശേഷിച്ചും കൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചും കൊണ്ട് ജീവിച്ച് റോമ ഗവൺമെന്റിനാൽ വിധിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ശിഷ്യന്മാർ കാണുക അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് സ്വർഗാരോഹണം ചെയ്തു പോവുകയും ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും താമസമിന തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന സഹോദരി ടിൻഷ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്നതിൻ്റെ സാക്ഷിയ വചനപ്രകാരവും
വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കണമെന്നുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരവും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ സ്നാനക്കടവിലേക്ക് കടന്നു വന്ന് അവിടുത്തെ കൽപ്പനയിൽ ശരിപ്പാറിനെ തീരുമാനിച്ച പ്രിയപ്പെട്ടവരെ അവിടുത്തെ കർത്താവെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ ശുശ്രൂഷകൾ എത്രത്തോളം തിരുമേനി സഹായിച്ചല്ലോ. കർത്താവെ എത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടത് കൃപ നൽകി തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഇതിന്റെ കാഴ്ചക്കാരും കേൾവിക്കാരായിട്ട് അനേകർ ഈ അനുഭവത്തിൽ എത്തിപ്പെടാത്തവരുണ്ട്. ഇതിന്റെ മർമ്മം തിരിച്ചറിഞ്ഞ് ഇതിന്റെ സത്യം